അതുപോലെ നമ്മുടെ ഇടയിൽ നിന്നും ജ്ഞാനായ മിഷനിൽ നിന്നും ആദ്യമായി അതിരൂപതയ്ക്ക് ഒരു വ്യക്തി ദൈവവിളി സ്വീകരിച്ചു. എല്ലാ വഴിയും ദൈവവിളി, വിവാഹജീവിത ദൈവവിളിയാണ്. വൈദിക ആദർശത്തിലേക്കുള്ള ദൈവവിളി സ്വീകരിച്ച് നമ്മുടെ ജേക്കബ് സിനി മകൻ ജസ്വിൻ പോവുകയാണ്. വരുന്ന ആഴ്ച അവന് മെൽബൺ ആരോട പറയാൻ പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്നായിരിക്കും അവൻ വരിക. 27-ാം തീയതി അവൻ പോകും. അതുകൊണ്ട് ഞാൻ ഓർത്തു, എൻ്റെ ചില വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കണ്ടപ്പോൾ ഞാൻ അച്ഛനായപ്പോൾ കിട്ടിയക്കാലം കൺഗ്രാജുലേഷൻസും ബെസ്റ്റ് വിഷൻസും എല്ലാം അവന് കിട്ടി തുടങ്ങി. ഇത് ആദ്യ പടി മാത്രമാണ്. ഞാൻ സെമിനാറിലേക്ക് പറഞ്ഞു വിടുന്ന പിള്ളേരെ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ സെമിനാറിൽ അച്ഛനാകാനല്ല വിടുന്നത്, ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് ഗ്രഹിച്ച് പൂർണ്ണ ബോധ്യമുണ്ട് എങ്കിൽ അച്ഛനാകുക. ആരെ ബുദ്ധി മരം കയറില്ല. കാരണം ഇന്നത്തെ കാലത്ത് അച്ഛനായി ജീവിക്കാവുന്ന വളരെ വെല്ലുവിളിയാണ്, ഒരു റിസ്കി പരിപാടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് പറഞ്ഞു, അച്ഛനാകുന്നത് ചെകുത്താനും കടലിനും ഇടയ്ക്ക് നിൽക്കുന്നതിന് തുല്യമാണ്. ആൾക്കാരെ പ്രീതിപ്പെടുത്തിയാൽ അധികാരികൾ കോപിക്കും, അധികാരികളെ പ്രീതിപ്പെടുത്തിയാൽ ആൾക്കാർ കോപിക്കും. അതുകൊണ്ട് ഇതിൽ നമ്മുടെ ഈ ആദ്യം മെൽബണിൽ നിന്ന് ഒരു വ്യക്തി വട്ടായിലച്ചൻ്റെ സഭയിൽ ചേർന്നിട്ടുണ്ട്, JC ആയിട്ടുണ്ട്. നമ്മുടെ ജ്ഞാനായ മിഷനിൽ ആദ്യമായിട്ടാണ് അതിരൂപതയ്ക്ക് വൈദികാദർശത്തിലേക്ക് ഇത് ചെയ്തു പോകുന്നത്. അത് പിതാവ് കൊടുത്ത ഒരു നല്ല ഓപ്ഷനാണ്. ഈ 3 മാസം ചെയ്താൽ 1 വർഷം ലാഭിക്കാം. കുഞ്ഞു പിള്ളേരെ കൂടെ ഇംഗ്ലീഷ് പഠിക്കണ്ട, ഇവനെ മലയാളം പഠിപ്പിക്കാനായിരുന്നു ഞാൻ കൂടെ. അതുകൊണ്ട് ഇവനെ എല്ലാവിധ നമ്മുടെ പ്രാർത്ഥനയിൽ നിരന്തരം ഓർക്കുക. നമ്മുടെ സീനിയർ പുരുഷാണ്, എഴുത്തുകാരനാണ്. അച്ഛൻ 2 മിനിറ്റ് ആശംസ അർപ്പിക്കും. അതിനുശേഷം ഇടവകയുടെ ഒരു ചെറിയ ഉപകാരം കൈക്കാരൻ ഒരാളെ നിലവിൽ ഇവിടെ ഉള്ളൂ, സന്നിഹിതനായിട്ടുള്ളൂ, സിനിച്ചേട്ടൻ, വലിയ സിനു, ചെറിയ ഒരു ഉപകാരം സമർപ്പിക്കും. അതിനുശേഷം യൂത്ത് ഒരു 5 മിനിറ്റ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? 2 മിനിറ്റ് വീഡിയോ പ്രോഗ്രാം, 2 മിനിറ്റ് സംസാരം, 1 മിനിറ്റ് ഒക്കെ ഉള്ളൂ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. 5 മിനിറ്റ്. അതിനോട് സമയം കളയുന്നില്ല. ബഹുമാനപ്പെട്ട ജോസഫിനെ, സീനിയർ വൈദികനെ, നമ്മുടെ ഇതിന് ജസ്റ്റ് ആശംസ അർപ്പിക്കാൻ സ്നേഹപരീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട വ്യാഴാഴ്ച, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വ്യാഴാഴ്ച പറഞ്ഞതുപോലെ സെമിനാരിയിലേക്ക് പോകുന്ന ജസ്വിന് ഇവിടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഒക്കെ ലഭിക്കുകയാണ്. ഇനി അവരൊരു തരത്തിലും തിരിച്ചു പോരാനായിട്ട് പറ്റി. കാരണം സാധാരണഗതിയിൽ ഞാൻ സെമിനാരിൽ ചേർന്നത് ഞങ്ങൾ ഫിലോസഫിക്ക് 115 പേരായി. അവസാനം 4 വർഷത്തെ പഠിത്തം കൂടെ കഴിഞ്ഞ് പട്ടം സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ 41 പേരേ ഉള്ളൂ. മക്കളവരൊക്കെ തിരിച്ചു പോയി. സെമിനാരി ജീവിതം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഒരു രസകരമായ കാര്യം ജസ്വിൻ്റെ കൂടെ അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഞങ്ങൾ ആലുവ സെമിനാരി പഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് 12:30 ലഞ്ച്, അതിനുശേഷം ക്ലാസ്, പിന്നെ 3:30 ഞങ്ങളെ ഇൻ്റർവെല്, 3:30 ഒരു ഗ്ലാസ് കാപ്പിയും ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം അല്ലെങ്കിൽ ഒരു ചെറുപഴം, ഇത് കഴിച്ചിട്ട് കളിക്കാൻ പറ്റുകയാണ്. കളിക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ 8:15 ഞങ്ങൾക്ക് സപ്പറുള്ളൂ. ഈ സമയം വരെ വിശപ്പാണ്. കാരണം ഈവനിങ് സ്റ്റഡിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഒത്തിരിയേറെ ബുദ്ധിമുട്ട്, നമ്മളെ ചെറുപ്രായം എന്ത് കിട്ടിയാലും വിഴുങ്ങുന്ന ഒരു സ്വഭാവം. ഈ സമയത്ത് ഈ വിശപ്പ് നമ്മൾ സഹിച്ചിരിക്കണം. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊക്കെ നമ്മുടെ കോട്ടയം സിസ്റ്റേഴ്സ് ആയിരുന്നു അടുക്കളയിൽ കുശിനിയും. അപ്പം ഞങ്ങൾ വയ്യായില്ല സൈഡിൽക്കൂടെയൊക്കെ നടക്കും, ചില കഞ്ഞിവെള്ളം മേടിക്കും. അതിനകത്ത് ഞങ്ങൾ ചോറും പാത്രത്തിൽ നിന്ന് കുത്തി ചില കഞ്ഞിയായിട്ടൊക്കെ കുടിക്കും. അപ്പം അതിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് വീട്ടിൽ കയറി ഇറങ്ങിയും എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ. അപ്പോൾ അത് വിശപ്പിട്ടുന്നത് നമ്മൾ നമ്മളത് സഹിക്കണം. വിശപ്പ് സഹിച്ച് നമ്മൾ പരീക്ഷ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ചില ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. ഞാനിന്ന് ഇങ്ങോട്ട് വണ്ടിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ജസ്വിനാണ്. പോകുന്ന വഴി ഞാൻ ചില കാര്യങ്ങളൊക്കെ ടെക്നിക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതായാലും വളരെയധികം സന്തോഷം.
ഗാനായ മിഷൻ പ്രത്യേകിച്ച് വിദേശ മിഷനിൽ നിന്നും ആദ്യമായിട്ട് ഈ ഒരു വിളി സ്വീകരിക്കുക. തീർച്ചയായിട്ടും അതിശയം തോന്നുന്നു. നമുക്ക് ഇത്രയൊക്കെ എല്ലാ റേഡിയോളജികളൊക്കെ പഠിച്ചിട്ട് ഈ കാര്യങ്ങൾ പ്രായമൊക്കെ ആയി വേറൊരു ഇണയെ തേടേണ്ട കാലഘട്ടം അതൊക്കെ വിസ്മരിച്ചിട്ട് തമ്പുരാൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് ആ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക ഒരാഗ്രഹം തോന്നിയത് തന്നെ ഇന്ന് വലിയ കാര്യമാണ്. അപ്പോൾ ആഗ്രഹത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. നമ്മളിന്ന് അച്ഛൻ പറഞ്ഞ ഏതാണ്ട് ഇതൊക്കെ കൊടുത്ത് വിടുകയാണ്. പക്ഷെ അങ്ങനെ നമ്മൾ വിട്ടാൻ പറ്റിയില്ല. പുറകെ തന്നെ കൂടണം, നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് വലിയൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ജസ്റ്റ് വൈദികനായി ഈ വിഷയത്തിലേക്ക് തിരിച്ചു വന്ന് ഈ അടുത്താലെങ്കിൽ നമുക്കിവിടെ ഉണ്ടാകുന്ന ഒരു പള്ളിയായിരിക്കാം. ആ പള്ളിയിലൊരു വലിയ എത്തിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം അനുഗ്രഹദായകമാണ്. കർത്താവിൻ്റെ വലിയൊരു വിളിയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ അഭിപ്രായത്തിൽ ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് വിചാരിച്ചിട്ടുള്ളൊത്ത് നിങ്ങൾ മൗനമായിട്ടാണെങ്കിലും ക്രിസ്തുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ക്രിസ്തുവിൻ്റെ മാതാപിതാക്കൾ മാത്രം പോരാ, നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കാരണം വൈദികരുടെ മാതാപിതാക്കൾ അവരുടെ സ്വന്തം മാതാപിതാക്കളായി. അവർ ചെല്ലുന്ന ഇടവകയിലെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുമക്കൾ ഇതൊക്കെയാണ് വൈദികരുടെ കൂടെയുള്ള ആളുകളെന്ന് പറയുന്നത്. അവർക്കൊരു വിഷമമുണ്ടായത്, പ്രയാസമുണ്ടായത് സ്വന്തം മാതാപിതാക്കളങ്ങ് ദൂരെയാണ്. നമ്മുടെ അവറാച്ചൻസിൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ അങ്ങ് രാജപുരത്താണ്. രാജപുരം തിരുവനന്തപുരം പിടിയെത്തിയില്ല. പിന്നെ ഒരു മലയുടെ മുകളിൽ ഞാൻ രാജപുരത്തിരുന്നാണ് അവൻ്റെ പറയുന്നത്. അപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ ഉത്തരവാദിത്വം. എങ്ങാനും അവന് മനസ്സ് മാറിപ്പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അവൻ്റെ മനസ്സ് മാറാതെ നല്ല രീതിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി നല്ലൊരു വൈദികനായി ഈ മിഷനിലേക്ക് തിരിച്ചു വരുവാൻ ദൈവം അവന് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ അച്ഛനാകുമ്പോൾ ഞാൻ വന്ന് വീണ്ടും ആശംസ അർപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിക്കും. സ്നേഹമുള്ളവരത്തിൻ്റെ നല്ല വാക്കുകൾക്കും ആശംസകൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകം ജസ്മിനെ പേടിക്കാനൊന്നുമില്ല. അച്ഛൻ പറയുന്നത് നല്ല ഭക്ഷണമുണ്ട്, ഇഷ്ടംപോലെ വയറിന് അച്ഛൻ കഴിക്കാനൊക്കെ കിട്ടും. ജസ്മിൻ്റെ സിൻചേച്ചിക്ക് ഇച്ചിരി ടെൻഷൻ കൂടുന്നുണ്ട്. ഇപ്പോൾ സിൻചേച്ചിനോട് പറഞ്ഞു അവൻ അലക്കാൻ അറിയാൻ മേലച്ചാണ്, എല്ലാം അവിടെ നിന്ന് പഠിച്ചോളൂന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതോർത്ത് വിഷമിക്കില്ല. ജസ്റ്റിൻ ദൈവം ഇതൊരു കാര്യം മാത്രം പറഞ്ഞിട്ടില്ല, അവിടുത്തെ നല്ല കാര്യം മാത്രമേ വീട്ടിൽ പറയാവുള്ളൂ. ഞാൻ വന്നപ്പോൾ എനിക്ക് പറ്റിയ അവസ്ഥയാണ്. ഞാൻ അമ്മയോട് വെറുതെ പറഞ്ഞു, ഇവിടെ പള്ളിയില്ല, വാടകയ്ക്ക് ഹോൾ എടുത്ത് അവിടെ കുർബാന, ഇപ്പോഴും വീട്ടിൽ കുളിക്കുമ്പോൾ മൂങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യമൊന്നും പറഞ്ഞേക്കരുത്. അതുകൊണ്ട് സന്തോഷപൂർവ്വമായി പോവുക. ജസ്റ്റിന് പ്രശ്നം എന്നാ ചോദിച്ചാൽ ഇവിടെ ജനിച്ച് വളർന്നുകൊണ്ട് അവിടെ ചെയ്യുമ്പോൾ ഞാൻ അവന് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് ചിലയിടത്ത് പോകേണ്ട വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു 6 മാസക്കാലം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഒരു സാഹചര്യത്തിൽ നിന്ന് മാറുമ്പോൾ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരു ചെറിയ സ്നേഹോപകാരം നൽകുവാൻ സിനിച്ചേട്ടൻ്റെ സ്നേഹം ക്ഷണിക്കും. ആൽവിന റെഡിയാകുക. ബാക്കി 5 മിനിറ്റ് ആൽവിനിക്ക് കൊടുക്കുന്നു. അതിക്ക് ആൽവിനിക്ക് സെമിനാരിക്കടുത്ത് ജോസച്ചനുണ്ട്. We just wanted to say a quick message to our dearest Jesslyn. They say time waits for no one, and I guess today we see there's no exception. We will treasure and continue to reminisce over all the beautiful memories each and every one of us have shared with you, whether it be individually or as a community. But it is never easy to accept the farewell of a true friend, teacher, and brother. Your willingness to help anyone, whether it be dropping them to church or being Achin's right-hand man,
and having helped coordinate many events shows your selflessness and willingness to go above and beyond to put others before yourself. And for that, we say thank you. You have been such a foundational pillar for our Kananea community and have inspired so many people through your missionary travels and your cringy, JK, just kidding jokes. Now, but all seriousness, you've always managed to put a smile in all our faces, one way or another, and have truly been a role model and great friend to many of us. If there is one person who we think would make a perfect fit for the most perfect Achin, it would be you. You will always have a special place in our hearts, and your presence will continue to live on through, regardless of where you are. We applaud you for taking on this decision and pray that you continue to sow seeds into people's lives and be the witness of Christ that you are. Congrats and all the best with everything in the future. We know you don't love farewells, but we do have a special video prepared for you. So please enjoy, everyone. I hope you enjoy as well. Stop. Get up. Get up. So we also have a little cake and a little gift as well for Jasmine. So if all the youth also come up, and Jasmine, obviously you too, please come up to receive. Yeah, all the youth, please come up. Go. നിങ്ങൾ കുറച്ച് ജസ്റ്റിൻ്റെ അടുത്ത് പോയി നിൽക്കണം അവൻ ഒറ്റയ്ക്ക് അവിടെ എല്ലാവരും കാണിക്കുന്ന ഒരു ഫോട്ടോ എടുക്കാം പെട്ടെന്ന് വേണം അച്ഛന്മാരുടെ വന്നേ
Thank you. Photo section is over. Please go and sit. Just a reply from Jasmine. 2 or maximum 3 minutes. It's already going to be 12:30. കേക്ക് അതിന് ശേഷം കേക്ക് മുറിക്കുവാനായിട്ട് ജസ്മിനെയും ഇന്ന് അവന്റെ സഹോദരി ജാനറ്റിന്റെ ബർത്ത്ഡേ ആണ്. ജാനറ്റിനെയും പേരൻസിനെയും കൂടി ക്ഷണിക്കുന്നു. ജാക്കബേട്ടൻ ചേച്ചി പെട്ടെന്ന് വാ. Showers of blessings we need. Mercy drops round us are falling, but for the showers we plead. ജസ്മിന Happy birthday, Justin. Thank you everyone for everything. So yeah, I'm going on November 27th flight to Bukulu, starting seminary on December 1. But എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനിയും പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞ പോലെ I'm going to further discern my call in seminary. Once the bishop plays and ordains me, then only I can say 100% that yes, this is my calling to be a priest. Please keep me in your prayers as I begin this journey. Next week ഞാൻ കത്തീഡ്രൽ കോൺസെൻട്രേഷൻ ആരോടും ബൈ പറയാൻ പോകുന്നതല്ല. But going to so it will be my last week here in the parish. And yeah, please also keep you all in prayers. And Joseph Jamboro, there's 3 electrical there in seminary. But Abraham said he will sponsor a washing machine for the minor seminary. Praise God. Thank you everyone. അവിടെ 3 വാഷിംഗ് മെഷീൻ ഉണ്ടെന്നാണ് ജോസഫ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു ഇപ്പൊ വാഷിംഗ് മെഷീൻ ഒക്കെ ആയിരുന്നു. 3 അലക്കുകല്ല് അവിടെ നിരത്തിയിട്ടുണ്ട്. അതാ അവിടുത്തെ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ട്